അതെ, ഓണക്കോടിയൊക്കെ എടുത്തു കഴിഞ്ഞോ? സ്റ്റിച്ചിങ് കൊടുക്കാൻ പ്ലാൻ ഉണ്ടെങ്കിൽ ടൈലർ ഷോപ്പൊക്കെ കണ്ടുപിടിച്ചായിരിക്കും അല്ലേ? ഇനി ഓൺലൈൻ പർച്ചേസ് ആണെങ്കിലോ? എത്ര ഓൺലൈൻ പേജസ് നോക്കിക്കഴിഞ്ഞു ഇതിനകം? എന്തെങ്കിലും ഫിക്സ് ആയോ? അതോ ഇപ്പോഴും ഇതെടുക്കണോ അതെടുക്കണോ എന്ന കൺഫ്യൂഷനിലാണോ? എങ്കിൽ വരൂ, ഇത്തിരി നേരം സംസാരിച്ചിരിക്കാം. വെൽക്കം ടു ഹസ്നസ് പാക്ക് വൈബ്സ്. കുട്ടിക്കാലത്തൊക്കെ പുതിയ ഡ്രസ്സ് എടുക്കാൻ പോകുന്നത് തന്നെ വലിയൊരു ആഘോഷമായിരുന്നില്ലേ? കടയിൽ കയറിയാൽ ആദ്യം നമുക്ക് ഇഷ്ടപ്പെട്ട ഡ്രസ്സൊക്കെ ഒന്ന് നോക്കും. പിന്നെ അമ്മയുടെ മുഖത്തേക്ക്, അമ്മ അച്ഛന്റെ മുഖത്തേക്ക്. ഇതെങ്ങനെയുണ്ട് എന്ന് ചോദിക്കുന്നതിനിടയിൽ നമ്മുടെ കണ്ണ് എപ്പോഴും പോയി ഉടക്കുന്നത് അടുത്ത് നിൽക്കുന്നവരുടെ ഡ്രസ്സിലായിരിക്കും. ശരിയല്ലേ ഞാൻ പറയണത്? അവരെടുത്തതിനോട് പ്രത്യേകിച്ചൊരു ഇഷ്ടം തോന്നും. അങ്ങനെ ഒരുപാട് നോക്കി നോക്കി അവസാനം ഒരെണ്ണം അങ്ങെടുത്ത് വീട്ടിലേക്ക് പോരുകയും ചെയ്യും. കഥ അവിടെ ഒന്നും തീരത്തില്ല. ഓണക്കോടി കിട്ടിക്കഴിഞ്ഞാൽ പിന്നെ ഒരു വലിയ റൂളാ വീട്ടില്. ഓണം വരുന്നത് വരെ അതിടാൻ പാടില്ല. അലമാരയിൽ ഭദ്രമായിട്ട് വെക്കും. ദിവസവും ഒന്നെടുത്ത് നോക്കും. പിന്നെ അതിന് മാച്ചിങ് ആയിട്ടുള്ള കമ്മലും വളയും മാലയും ഒക്കെ സെറ്റ് ചെയ്ത് വെക്കണം. ഇന്ന് എത്ര ഡ്രസ്സ് വാങ്ങിയാലും അന്ന് ആ വാങ്ങുന്ന ഒരൊറ്റ ഓണക്കോടിക്കുണ്ടായിരുന്ന ആ ഒരു സന്തോഷം അതൊരു വേറൊരു അനുഭവം തന്നെയായിരുന്നു. നിങ്ങളുടെ ഓണക്കോടിയുടെ കഥ എന്തൊക്കെയുണ്ട്? കമന്റ് ബോക്സിൽ ഒന്ന് എഴുതി അറിയിച്ചേക്കണം കേട്ടോ. അതിന്റെ ഒപ്പം ഒരു കുഞ്ഞു ചിന്തയും കൂടി പങ്കുവച്ചാലോ? നമ്മൾക്കായി എന്തായാലും ഒരു ഓണക്കോടി എടുക്കൂല്ലേ? അതിനൊപ്പം ഓണക്കോടി എടുക്കാൻ കഴിയാത്ത ഒരാൾക്കും കൂടി ഒരു ഓണക്കോടി സമ്മാനിച്ചു നോക്കിയാലോ? അപ്പൊ കിട്ടുന്ന മനസ്സമാധാനവും സന്തോഷവും 1000 ഓണക്കോടി വാങ്ങിയാലും ചിലപ്പോൾ കിട്ടിയെന്ന് വരില്ല. ഇതുപോലുള്ള കുഞ്ഞു ചിന്തകളുമായി വീണ്ടും കാണാമെന്ന ശുഭപ്രതീക്ഷയോടെ ദിസ് ഇസ് മി ഹസ്ന സ്പാർക്ക് വൈബ്സ്. ചെറിയ ചിന്തകൾ പോലും വലിയ മാറ്റങ്ങൾ സൃഷ്ടിക്കാൻ സഹായിക്കും. ഷെയർ ചെയ്യാൻ മറക്കല്ലേ, ഒപ്പം സബ്സ്ക്രൈബ് ചെയ്യാനും. ബൈ.